ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൊയിനെ എങ്ങനെ കൾച്ചർ ചെയ്യാമെന്നുള്ള പരിപാടിയിലാട്ടോ. മൊയിനെ നമുക്ക് രണ്ട് രീതി കൾച്ചർ ചെയ്യാം. ഒന്ന് നമുക്ക് ഈ ആൽഗ വാട്ടർ വെച്ചിട്ട് അതിൻ്റെ അകത്തും കൾച്ചർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഈസ്റ്റ് കൊടുത്തിട്ടും കൾച്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കൾച്ചറിങ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ആ ഡ്രമ്മിലാണ് നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ അതിൽ പകുതി കുറച്ച് നമ്മൾ ഫിഷിൻ്റെ ടാങ്കിൽ നിന്ന് നല്ല ആൽഗ വാട്ടർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രഷ് വാട്ടർ കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ആ ഒരു ഡ്രമ്മിൻ്റെ മുക്കാൽ ഭാഗത്തോട് നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കാണുന്ന ടാങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതാ ഈ ഒരു ഈസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഈസ്റ്റാണ് മൊയിനൊക്കെ ഫീഡായിട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു ബോട്ടിൽ ഏകദേശം 30 രൂപ വരുന്നൊരു ബോട്ടിലാണ്. നമുക്ക് കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഈസ്റ്റ് ഇടുക. അതിനുശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതായത് നമ്മളൊരു ലൈറ്റ് കഞ്ഞി വെള്ളത്തിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിലാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മഗ്ഗിലുള്ള അത്ര നമ്മളെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ആ ഡ്രമ്മിലേക്ക് മൊയിനയുടെ കൾച്ചറിനെ ആഡ് ചെയ്യാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. ഈ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള മൊയിനാസാണ്. ഇത് ആൽഗ വാട്ടർ ചെയ്തതാണ്. നല്ല റിസൾട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ ഇതിനകത്ത് മൊയിന കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ സ്റ്റാർട്ടിങ് കൾച്ചറായിട്ട് മൊയിനെ കളക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് മൊയിനേൻ്റെ നെറ്റ് കേട്ടോ. മൊയിനേക്ക് വരുന്ന നെറ്റാണ്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നമ്മൾ മൊയിനെ കളക്ട് ചെയ്തിട്ട് ഈ പുതിയ ഡ്രമ്മിലേക്ക് മാറ്റുകയാണ്. അതായത് സ്റ്റാർട്ടിങ് കൾച്ചർ എന്ന രീതിയിൽ. അതിൽ കാണുന്ന ആ ചുവപ്പ് കളറിൽ ചെറിയ പ്രാണികൾ അതാണ് കേട്ടോ മൊയിന. ഫിഷുകൾക്കൊക്കെ ഏറ്റവും നല്ല ലൈഫ് ഫീഡാണ്. നല്ല പ്രോട്ടീൻ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല ഗ്രോത്തും കളറും ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫുഡാണ് മൊയിന കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നമ്മൾ സ്റ്റാർട്ടിങ് കൾച്ചർ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രമ്മിലേക്ക് മാറ്റുന്നുണ്ട്. മൊയിന ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു ടാങ്കിൽ മാത്രമായിട്ട് മൊയിനെ ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ ഓവർ ഫീഡിങ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ മൊയിന കൾച്ചർ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് കേട്ടോ ഈസ്റ്റ്. നമ്മളിതിപ്പോൾ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ് കളക്ട് വെച്ച ഈസ്റ്റ്. ഏകദേശം ഒരു ലൈറ്റ് കളർ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ലെവൽ വരുന്ന ലെവലിലാണ് ഒഴിക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ 3 ഡ്രമ്മിലും കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കൾച്ചർ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിൽ നിന്നും ചെയ്യാൻ വേണ്ടിയുള്ള കൾച്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം നല്ല രീതിയിൽ ഇതേപോലെ കൊതുകൊന്നും കിടക്കാത്ത രീതിയിൽ മൂടി വെക്കുക. ടൈറ്റായി മൂടി ചെയ്ത് വെക്കുക. എന്നിട്ട് നേരിയ രീതിയിൽ വെയിൽ അടിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് എടുത്ത് വെക്കുക. കാരണം സൂര്യപ്രകാശം വരുന്നതിനനുസരിച്ച് മൊയിനയുടെ കൾച്ചർ നല്ല രീതിയിൽ സ്പ്രെഡാവും. ഇപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു കവറിൽ നമ്മൾ ആദ്യമേ മൊയിനെ കളക്ട് ചെയ്ത് വെച്ചതാട്ടോ. ഈ ഒരു കവർ നമ്മൾ കൊടുക്കുന്നത് 50 രൂപക്കാണ് മൊയിന കൾച്ചർ. അപ്പോൾ ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മൊയിന ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മൊയിന കൾച്ചർ ചെയ്ത് ഫിഷുകൾക്കൊക്കെ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെയുള്ള ഫുഡുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. പുതിയ വീഡിയോസിനായി ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീണ്ടും കാണാം. ബൈ.